കേരളത്തിൽ നിറയെ ക്ഷുഭിത യൗവനക്കാരുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. മസ്തിഷ്കത്തിന് തീപിടിച്ച ചെറുപ്പക്കാരുടെ കാലം എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അവരിങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് ബീഡിയൊക്കെ വലിച്ച് അങ്ങനെ നടന്നു. സിനിമയിലൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾ അസ്വസ്ഥരാണ് എന്ന് പറഞ്ഞില്ല, അതുപോലെ അവർ അസ്വസ്ഥരായിട്ട് നടന്നു. അവരാണ് പുതിയ പാത വെട്ടിയ ആൾക്കാർ. പുതിയ തരത്തിലുള്ള കവിതകൾ എഴുതി, പുതിയ തരത്തിലുള്ള കഥകൾ എഴുതി, പുതിയ സിനിമകൾ എടുത്തു. ജോൺ അബ്രഹാമിനെ പോലെയുള്ള ആളുകൾ, ബാലേന്ദ്രൻ ചുള്ളിക്കാരനെ പോലെയുള്ള ആളുകളൊക്കെ ആ തലമുറയിൽപ്പെട്ടതാണ്. ഇപ്പം അത്ര ശുഭിത യൗവനക്കാരെ നമ്മൾ കാണുന്നില്ല. എല്ലാം ഒന്ന് ആരി തണുത്തു. ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു ഇതുപോലെ കുറച്ച് ശുഭിത യൗവനക്കാർ. എൻ്റെയൊക്കെ ചെറുപ്പകാലാണത്. ഇവരൊക്കെ നേരം വിളിച്ചായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ ഉമ്മറത്ത് കണ്ണാടി വെച്ചിട്ടുണ്ടാവും. നമുക്കറിയാം, ചെറിയ കണ്ണാടി ഉണ്ടാവും. കണ്ണാടിയുടെ പുറകിൽ ചീർപ്പ് വെച്ചിട്ടുണ്ടാവും. ആ ചീർപ്പെടുത്ത് ചിലപ്പോൾ വട്ടത്തിലുള്ള ചീർപ്പായിരിക്കും, മിക്കവാറും നീളത്തിലുള്ള ചീർപ്പായിരിക്കും. അപ്പോൾ ചീർപ്പെടുത്ത് മുടിയൊക്കെ ചീകിയെന്ന് സ്റ്റെപ്പ് കെട്ടാണല്ലോ. അപ്പോൾ ചെവിടെ മുകളിൽ ഒക്കെ മുടി ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. അതൊക്കെ ചീകി ഒതുക്കി ഈ ചീർപ്പിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് നെറ്റിയിലിങ്ങനെ അമർത്തി, ഈ നെറുകിലിങ്ങനെ അമർത്തി വകച്ചിലിന് പകരമായിട്ടൊരു പാരലി ഒരു തിരമാല പോലെ ഒരു മുടിയൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഇവർ പുറത്തേക്ക് ഇറങ്ങും. ഇവരുടെ എല്ലാ യാത്ര ലക്ഷ്യം തൊട്ടടുത്ത് ഏതെങ്കിലും പീടികത്തിന്നേലായിരിക്കും. ആ പീടികത്തിന്നേൽ ഒരു ചായക്കട ഉണ്ടാവും. നമുക്കറിയാം, ചായക്കടയിൽ ചായ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ ഇവർ കട്ടൻ ചായയും ബീഡിയാണ് ഇവരുടെ അധികം. കാരണം സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അവിടെ ഈ ചായ ഉണ്ടാക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ ചില സമയങ്ങളിൽ നല്ല പുട്ട് ഉണ്ടാക്കുന്നുണ്ടാവും. നാട്ടിൻപുറത്തെ പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ നല്ല നെല്ലുകുത്തരിയുടെ പുട്ടായിരിക്കും. അതിൽ നല്ല തേങ്ങയൊക്കെ സമൃദ്ധമായി ചേർത്ത് ഈ പുട്ടിങ്ങനെ വേവുന്നൊരു മണം ഇങ്ങനെ ആ കടകളുടെ പരിസരങ്ങളിൽ ഇങ്ങനെ അലയടിക്കും. ചില സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ്, ഞാൻ കഴിച്ചതെന്ന് വെച്ചാൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് പപ്പടം ഉണ്ടാക്കുന്ന ആളാണ്. നല്ലപോലെ സമൃദ്ധമായ ഉഴുന്നുപൊടിയൊക്കെ ചേർത്ത് ഒരു പിശുക്ക് കാണിക്കാതെ നല്ല ക്വാളിറ്റി പപ്പടം ഉണ്ടാക്കുന്ന ആളായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പപ്പടമൊക്കെ തന്നെ തിളച്ച വെളിച്ചെണ്ണയിൽ വറുത്ത് കോരുമ്പോൾ ഉണ്ടാകുന്നൊരു മണം കടലുകൾ കടന്നിങ്ങനെ നമുക്ക് കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ ചിലപ്പോൾ ഇവരൊരു കഷ്ണം മുട്ടൊക്കെ വാങ്ങി പഴമൊക്കെ ചേർത്ത് അല്ലെങ്കിൽ പപ്പടമൊക്കെ ചേർത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ആ സമയത്താണ് കോളേജിലേക്ക് കുട്ടികൾ പോകുന്ന ഒരു സമയം. അവിടുന്ന് ബസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറേ ദൂരം നടന്നിട്ട് വേണം പോകാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾ പോകുന്ന സമയത്ത് ചെറുപ്പക്കാരല്ലേ, നിർദോഷമായ ചില കമൻറ്റുകൾ, ചില ഫലിതങ്ങളൊക്കെ പറയും. മിക്കവാറും ചില പെൺകുട്ടികളൊന്നും നമ്മൾ ശ്രദ്ധിക്കാണ്ട് നടന്നു പോകും. മറ്റു ചിലർക്ക് ചിരി വരും, നാണത്തിന് മുഖം ചുവക്കും. അത് കാണുമ്പോൾ ഇവർക്കൊരു സന്തോഷം. അങ്ങനെ ഇവർ പോവും. അങ്ങനെ ഒരു കാലം. വീടുകളിലൊക്കെ ആൾക്കാർ പറയും, ഈ സുഹൃദക്ഷയങ്ങളിൽ ഇരിക്കുന്നുണ്ടാവും അവിടെ, ആ തല്ലിപ്പുള്ളികളോട് ഇരിക്കുന്നുണ്ടാവും എന്ന് പറയും. അപ്പോൾ സാധാരണ കുലസ്ത്രീകൾ അല്ലെങ്കിൽ അങ്ങനത്തെ തറവാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഇവരൊരു എന്താ പറയുക, ഒരു കണ്ണിൽ കരടാണ്. കാരണം മുടി നീട്ടി വളർത്തി ഈ സമൂഹത്തിൽ പണ്ട് മുകുന്ദനൊക്കെ എഴുതിയ പോലെ കൂട്ടം തെറ്റി മേയുന്നവർ എന്നുള്ള കാറ്റഗറിയിലൊക്കെ പെട്ടിട്ടുള്ള ആളുകൾ. അപ്പോൾ കൂട്ടം തെറ്റി മേയുന്നവർ ആർക്കും അത്ര താല്പര്യമില്ലല്ലോ. അങ്ങനെയാണ്. അപ്പോൾ ഇവര് ഇവിടെ ഇങ്ങനെ ഇരുന്ന് നേരം പോകും. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരാൾ വരും. അതാണ് അതിൽ ഏറ്റവും രസം. ഒരാൾ വന്നിട്ട് പറയും, ഇന്നൊരാളുടെ വീട് കാഴ്ചയുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു പരിപാടിക്ക് പോകണം എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് ഇവർ ചെയ്യുന്നത് ഭയങ്കര കൗതുകരമായിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് മറ്റാളുടെ ഷർട്ട് ഊരി വാങ്ങിക്കും. നീ നിന്റെ ഷർട്ട് ഇന്ന് ഊരിത്താന്ന് പറയും. ആ ഷർട്ട് ഊരി വാങ്ങി ഇവർ ആ ഷർട്ട് ധരിച്ചിട്ട് ഇവർ പരിപാടിക്ക് പോകും. ചിലപ്പോൾ ഇവരുടെ ഷർട്ട് അയാൾക്ക് ഊരി കൊടുക്കും, അയാൾ അതിട്ടിട്ട് വേറെ പരിപാടിക്ക് പോകും. അതായത് പുതിയ ഷർട്ട് വാങ്ങിക്കണമെന്നൊന്നുമില്ല. ഷർട്ട് പരസ്പരം മാറി കൊടുത്തിട്ട്, ഈ പീഡിയ തന്നെ ഷർട്ട് മാറി കൊടുത്തിട്ട് ഏതെങ്കിലും ജീപ്പിന് പുറകിൽ തോന്നിയിട്ട് ഇവർ പരിപാടിക്ക് പോകും. അങ്ങനെയാണ്. വൈകുന്നേരത്തൊക്കെ തിരിച്ചെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒന്നെങ്കിൽ ഏതെങ്കിലും കലുങ്കിൽ ഇരിക്കുന്നുണ്ടാവും. കലുങ്കിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരൊന്നും ഇപ്പോൾ ഇല്ല. ഞാൻ ഇത്തവണ നാട്ടിൽ പോയപ്പോൾ കലുങ്കിൽ ഇരിക്കുന്ന 3-4 പേരെ കണ്ടു. 4 പേരും മൊബൈൽ നോക്കിയിട്ടിരിക്കുകയാണ്. ഇവർ എന്തെങ്കിലും വെടിവട്ടം പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ അവർ കണ്ടതിൽ സിനിമയെക്കുറിച്ച് പറയും. ഇതൊക്കെയാണല്ലോ, വേറെ ടൈം പാസുകളൊന്നും ആ കാലത്തില്ല. വർത്താനം പറയുക എന്നുള്ളത് തന്നെയാണല്ലോ മെയിനായിട്ട്. ഇവർ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ഏതെങ്കിലും ക്ലബ്ബുകളിലോ വായനശാലകളിലോ പോയി ചേരും. ഈ ക്ലബ്ബുകൾക്കൊക്കെ അറിയാം, വോൾഗാന്നോ യുവശക്തിന്നോ നവചേതന എന്നൊക്കെയാണ് പേരുകൾ. ഇങ്ങനത്തെ ഏതെങ്കിലും ക്ലബ്ബുകളിൽ ഇരുന്നിട്ട് ക്യാരംസ് കളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചെസ് കളിക്കുന്നുണ്ടാവും. ഇങ്ങനെയാണ്. വേനൽക്കാലമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുട്ബോളിൻ്റെ ഒരു സമയമായി. അപ്പോൾ ഫുട്ബോൾ കളിക്കുന്നത് രസമാണ്. കുട്ടികൾ വലിയ ഫുട്ബോളൊന്നും ഇല്ലാത്തതാണ്. ഗ്രാമത്തിൽ അറിയാലോ, പൊതുവെ സാമ്പത്തിക സ്ഥിതി വളരെ മോശം. ഇപ്പം കടലാസ് ന്യൂസ് പേപ്പർ ചുരുട്ടി പന്ത് ഉണ്ടാക്കിയിട്ട് ഉണങ്ങിയ വാഴയില കൊണ്ട് ചപ്പിലപ്പന്ത് പോലെ കെട്ടിയിട്ട് ഇതുകൊണ്ടാണ് കളി. ഇടയിൽ ഫുട്ബോൾ ടൂർണമെന്റ്സ് ഉണ്ടാവും. ഈ ഫുട്ബോൾ ടൂർണമെന്റ്സിന് പോകുന്നവർക്ക് ഈ
ശുഭത യൗവനക്കാരാണ് രക്ഷാധികാരികൾ, ജ്യേഷ്ഠന്മാർ. അപ്പൊ ഇവര് എന്ത് തൊട്ടടുത്ത അയൽ ഗ്രാമങ്ങളിൽ ഒക്കെ പോയിട്ടാണ് കളി. അപ്പൊ ഈ മിക്കവാറും കളി കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലോ ഏതെങ്കിലും മൈതാനങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പൊ ഈ കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ടീം ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പായിട്ട് വരും. തോൽക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ ഇവന്മാര് ജ്യേഷ്ഠന്മാര് കളത്തിലിറങ്ങും. കളി ആദ്യം വെക്കണം എന്നാണ് ഡിമാൻഡ്, ഇല്ലെങ്കിൽ അവിടെ അടിപിടിയാവും. അപ്പൊ ഒന്നുകിൽ കളി ആദ്യം വെച്ച് ഇവർ ജയിക്കുന്നവരെ കളി ആദ്യം വെച്ച് കപ്പെടുത്തോണ്ട് പോരും, അതല്ലെങ്കിൽ അടിപിടി ഉണ്ടാക്കിയിട്ട് കപ്പ് എടുത്തോണ്ട് പോരും. എന്തായാലും ഇവന്മാർ പോയി കഴിഞ്ഞാൽ കപ്പോണ്ടേ വരുള്ളൂ. അങ്ങനെയാണ്. പിന്നെ അത് ആർപ്പും കൂടിയും ആഘോഷമായിട്ട് വരുന്നു. പിന്നെ ചായപ്പിടിയിൽ ഇരുന്നിട്ട് അതിന്റെ ആഘോഷം, ചായ കഴിക്കുന്നു അല്ലെങ്കിൽ പരിപ്പോട കഴിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ആഘോഷമായിട്ട് അങ്ങനെ ഒരു കാലം. ഇങ്ങനെ ഇവർ പോകുന്നൊരു കാലത്താണ് ഒരു ദിവസം ഞങ്ങളുടെ സെന്ററിൽ ഒരു കോലാടിനെ കാണുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ ആടുകളെ പോലെയല്ല. കോലാട് അറിയാലോ, നമുക്ക് അതിന്റെ കാഴ്ചയിലും കെട്ടലും മുട്ടലൊക്കെ വ്യത്യാസമുണ്ട്. നമ്മളിതേത് പുതിയ ജീവി എന്ന് വിചാരിച്ച് ഞങ്ങൾ കുട്ടികളടക്കം എല്ലാവരും ഈ ആടിന് ചുറ്റോറും കൂടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു നാട്ടുകാരെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഈ ആടിനെ സെന്ററിലൊരു തെങ്ങ് ഉണ്ട്, തെങ്ങിന്റെ മുകളിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ആളുകൾ ഇതെന്താ സംഭവം എന്നറിയാണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മൈക്ക് അനൗൺസ്മെന്റ് വരികയാണ്. മാന്യമഹാജനങ്ങളെ, ഞങ്ങളിതാ കോലാടിന്റെ ലേഹ്യം നിങ്ങൾക്കായിട്ട് കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് സൈക്കിളിന്റെ മുകളിൽ മൈക്കൊക്കെ വെച്ച് കെട്ടിയിട്ട് ഒരാൾ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ എവിടുന്നോ വന്ന ഒരു 3-4 പേര് ഈ കോലാടിനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ സെന്ററിൽ കെട്ടി ഈ കോലാടിന്റെ മാംസം കൊണ്ട് എന്തോ തരം രസായനം വെച്ചിട്ട് അല്ലെങ്കിൽ ലേഹ്യം വെച്ചിട്ട് ഈ ആളുകൾക്ക് കൊടുക്കാറുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ പണ്ടത്തെ ജഗതി സിനിമയിൽ ലാടവൈദ്യനായിട്ട് പറയുന്ന പോലെ വാദം, പിത്തം, എന്താ പറയുക, കഫം, പിന്നെ നടുവേദന, ചതവ്, ഒടിവ് ഇതെല്ലാം മാറും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് ഇവരുടെ. അപ്പോൾ കോലാട് വിശിഷ്ടപ്പെട്ട വസ്തുവാണ്, നമ്മുടെ നാട്ടിലൊന്നും കാണാത്തതാണ്. സ്വാഭാവികമായിട്ടും കുറെ ആൾക്കാർ അതിനൊക്കെ പൈസ കൊടുത്ത് 10 രൂപ 12 രൂപ മറ്റവിടെ അവരൊരു ഡബ്ബ ലേഹ്യത്തിന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കോലാടിനെ നമ്മൾ ഇതിന്റെ ഇറച്ചി കൊണ്ട് ഇതിനെ ഒരു ശനിയാഴ്ച മട്ടോ ഇതിനെ ഈ ആടിനെ അറുത്ത് നമ്മൾ ഈ രസായനം റെഡിപ്പെടുത്തി അല്ലെങ്കിൽ ലേഹ്യം റെഡിപ്പെടുത്തി ഡപ്പകളിലാക്കി കൊടുക്കുന്നുള്ളതാണ് കണ്ടീഷൻ. അങ്ങനെ ഇവർ അനൗൺസ്മെന്റ് നടത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടക്കത്തിൽ കുറെ ആളുകൾ ചേർന്നു. അപ്പോൾ ഇവർ ഉദ്ദേശിച്ച ഒരു കോട്ടയായിട്ടില്ല. അപ്പോൾ ഇവർ പിന്നെയും അനൗൺസ്മെന്റ് നടത്തും. ഇത് അവസാന ചാൻസ് ആണ്, ഈ ശനിയാഴ്ചയിലുള്ള നിങ്ങൾ വേണ്ടത്ര ആളുകൾ ബുക്ക് ചെയ്തോളൂ, അതില്ലെങ്കിൽ ശനിയാഴ്ച കഴിഞ്ഞാൽ ഈ സാധനം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ള വലിയ അനൗൺസ്മെന്റുകളും ബഹളങ്ങളും ഒക്കെ നടക്കുന്ന കുറേ ആളുകൾ ഇതിൽ അനൗൺസ് ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്ന് 1-2 പേര് നമ്മുടെ നാട്ടിൽ വരുന്നു. വരുമ്പോൾ അവർ പറയുമോ ഈ കോലാട് പരിപാടി ഇവിടെ എത്തിയോ എന്നൊക്കെ. അപ്പോൾ എന്താ സംഭവം എന്ന് പറയുമ്പോഴാണ് അറിയുന്നത് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കോലാട് പരിപാടി കുറേ ദിവസങ്ങളായിട്ട് നടക്കുന്നതാണ്. ഇവർ ഈ കോലാടിനെ കൊണ്ടുപോയിട്ട് എല്ലാ ഗ്രാമങ്ങളിലും കൊണ്ടുപോയി കെട്ടും. ഇതുപോലെ ലേഹ്യത്തിന് വേണ്ടിയിട്ടുള്ള ഓർഡറുകൾ എടുക്കും. അത് കഴിഞ്ഞാൽ ഈ ആടിനെ അറക്കുന്ന ദിവസം രാത്രി ഇവർ ഈ ആടിനെ ഏതെങ്കിലും വണ്ടിയിൽ കയറ്റിയിട്ട് അടുത്ത ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് നാട്ടിൽ കിട്ടുന്ന ഒരു നാടൻ ആടിനെ ശരിപ്പെടുത്തിയിട്ട് അതിനെ കൊണ്ട് ലേഹ്യം വെച്ച് എല്ലാവർക്കും കൊടുക്കും. നമുക്കിത് കൊലപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ ഇത് എന്ത് ലേഹ്യമാണെന്ന്. കോലാടിൻ്റെ ലേഹ്യമാണോ നാട്ടിലെ ആടിൻ്റെ ലേഹ്യമാണെന്നൊന്നും അറിയാൻ പറ്റില്ല. അതാണ് ഇവരുടെ ഒരു പരിപാടി. ഇത് മനസ്സിലായി നാട്ടിലുള്ള ചില പ്രത്യേകിച്ച് ഈ നമ്മുടെ ഈ സംഘം ആളുകൾക്ക് മനസ്സിലായി. പക്ഷെ അവരൊരു ആക്ഷനും എടുത്തില്ല, ഒരു സംസാരം, ഒരു ശബ്ദവും ഉണ്ടായില്ല. അപ്പോൾ ഇവര് ഒരാഴ്ച കൂടെ നീട്ടി ഈ പരിപാടി. ഒരാഴ്ച കൂടെ നീട്ടി കഴിഞ്ഞ് ഇവർക്ക് ധാരാളം ബുക്കിംഗ് കിട്ടി. അപ്പോൾ ഈ ശനിയാഴ്ച രാത്രി ഈ ആടിനെ അറുത്ത് ശനിയാഴ്ച രാത്രി നമ്മൾ ലേഹ്യം റെഡിയാക്കിയിട്ട് എല്ലാവർക്കും ഞായറാഴ്ച രാവിലെ കൊടുക്കുന്നതായിരിക്കുന്ന അനൗൺസ്മെന്റ് ഒക്കെ വന്നു. ശനിയാഴ്ച രാത്രി ഒരു 9 മണിയായപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും ഇതിനെ ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് വേറെ വണ്ടിയിലാക്കി കൊണ്ടുപോകാനുള്ള പരിപാടികളാണ്. ആ സമയം നോക്കി നമ്മുടെ സംഘം അവിടെ ചാടി വീണ് ഈ ആടിനെ അവരവിടെ തൊട്ടടുത്തുള്ള ഒരു പറമ്പിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് സാധാരണ ആടിനെയൊക്കെ ശരിപ്പെടുത്തുന്നത്, ഒരു അല്ലെങ്കിൽ പോത്തിനെയൊക്കെ ഇറക്കുന്ന ഒരു സ്ഥലം. ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി നിർബന്ധപൂർവം ഈ ആടിനെ അവിടെ വെച്ച് ശരിപ്പെടുത്തേണ്ടി വന്നു. മറ്റവർക്ക് നിവൃത്തിയില്ലാണ്ടായി ഇവരുടെ പ്രഷർ കാരണം. അവരങ്ങനെ മനസ്സിലാവാൻ അവരുടെ ഈ പദ്ധതി ഇത് ഇപ്പം ഈ തേക്ക് ആട് മാഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ അത് കഴിഞ്ഞിട്ട് വന്നതാണ്. ഇപ്പൊ നമുക്കറിയാം ഡിജിറ്റൽ അറസ്റ്റ്, സൈബർ ക്രൈം ഒക്കെ പലതരത്തിലുള്ള തട്ടിപ്പ് കേസിൽ ഇപ്പോൾ വരുന്നുണ്ട്. പണ്ടൊക്കെ ഇതൊന്നും ഇല്ല. നാട്ടിലുള്ള ആളുകൾ വളരെ നിഷ്കളങ്കരാണ്, അവരെ പറ്റിക്കാനും എളുപ്പമാണ്. അങ്ങനെ ഒരു പറ്റിക്കൽ സംഘം ഒരുപക്ഷെ ഞങ്ങളുടെ നാട്ടിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്ന ഒരു പറ്റിക്കൽ സംഘം ഈ കോലാട് സംഘമാണ്. പക്ഷെ അത് കയ്യോടെ ഇവന്മാർ പിടിച്ച് രാത്രിക്ക് രാത്രി ഇവരെ കൊണ്ട് ഇതിനെ ലേഹ്യം റെഡിയാക്കി വെച്ചു, ഡബ്ബകളിലാക്കി വീടുകളിൽ എത്തിച്ചു. അങ്ങനെ ഈ
ഈ ആളുകളുടെ കണ്ണിൽ കരടായിട്ടുള്ള ഒരു സംഘം. കാരണം ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവർക്കും ജീവിതത്തിൽ ആദ്യമായിട്ട് കോലാടിന്റെ രസായനം കഴിക്കാൻ പറ്റി. അതാണ് മസ്തിഷ്കത്തിന് തീപിടിച്ച കുറെ ചെറുപ്പക്കാരെ കൊണ്ട് ഞങ്ങളുടെ നാടുണ്ടായിട്ടുള്ള ആ കാലത്തെ വലിയൊരു ഗുണം. പിന്നെ അവർ വായനശാലകളിൽ പല ആക്ടിവിറ്റീസും പരിപാടികളൊക്കെ നടത്തി അതിനപ്പുറം. പക്ഷെ ഇത് പലപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ, പല തട്ടിപ്പ് കേസുകളെ പറ്റി വായിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരെ കുറിച്ചാണ് ഓർക്കും, ഈ കോലാട് ബിസിനസ്സുകാരെ കുറിച്ചും ഞാൻ ഓർക്കും.